Hi friends, Bismi Kitchenlotte എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇത് നമ്മൾ അപ്പത്തിന്റെ പൂവും അതേപോലെ തന്നെ മധുരമില്ലാത്ത വട്ടയപ്പത്തിന്റെ പൂവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവാണ് ബാക്കിയുള്ളതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 6 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ, അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 8 വരെയൊക്കെ എടുക്കാം. പിന്നെ ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട്, അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ ഒരു 2 സവാള ഒന്ന് കൊത്തി എരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ടല്ല, വളരെ ചെറിയ പീസായിട്ട് വയ്ക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു വലിയ മുറി തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/4 പാലും പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒരു വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ ആ പച്ചക്കുത്തുണ്ടാവുമല്ലോ, അതൊന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ വലിയുള്ളി നമ്മൾ 2 എടുത്ത് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുമ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴണ്ടി കിട്ടി. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ചിക്കൻ കറിക്ക് ഉള്ളി അത്യാവശ്യം നല്ലോണം വാടിക്കിട്ടണം കേട്ടോ. പിന്നെ ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമ്മൾ വലിയൊരു സ്പൂണിൽ 1/2 ടീസ്പൂൺ 1/2 സ്പൂണ് എന്താ പറയുക മല്ലിപ്പൊടി, അതുപോലെ തന്നെ അതേ സ്പൂണിൽ തന്നെ 1 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുവോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇതേപോലെ വഴറ്റിയെടുക്കാൻ. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് ചിക്കനും കൂടെ ചേർത്തിട്ട് ഈ അരവെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യിപ്പിക്കുക. ആ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നോക്കാം, ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2/2 പാൽ ചേർത്ത് ഇടുക. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ആ 2/2 പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാനുണ്ട്. തക്കാളി നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു തക്കാളി വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടാനാണ് കേട്ടോ. തക്കാളി നമ്മൾ ഏതൊരു കറിയിൽ ചേർക്കുമ്പോഴും വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തക്കാളി കുക്കായി കിട്ടും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വേവിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തക്കാളി ഉണ്ടെന്ന് പോലും അറിയണില്ല. ഞാൻ പറഞ്ഞില്ലേ, വട്ടത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഇനി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിന് ശേഷം 1/4 പാൽ ചേർത്ത് കൊടുക്കുക. 1/4 പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. പിന്നെ 1/4 പാൽ ചേർത്തിട്ട് കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അതാ ഇപ്പം തന്നെ ഒരു നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 10 മിനിറ്റ് വയ്ക്കുമ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റാണോ നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കറിക്ക് നല്ല ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതൊന്ന് നമ്മളിതെല്ലാം ആയതിനു ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.